നല്ല അഭിനയം. ഒരു പഴയ രണ്ട് മാസമായിട്ട് മാറി ഭയങ്കര ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഞാൻ പിന്നെ സ്ലീപ്പേഴ്സിലല്ല, ഓൾറെഡി മോഡൽ ഫാനാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറെ മൊമെന്റ്സ് ഉണ്ട് പടത്തില്, ശരിക്കും നമ്മളിങ്ങനെ ചെയ്യണ മൊമെന്റ്സ്. പഴയതൊന്നുമില്ല, ലാലേട്ടനുണ്ട്, അത്രേ ഉള്ളൂ. ലാലേട്ടൻ തുടരും, യാതൊരു സംശയവും ഉണ്ടായിരുന്നു. അമേസിംഗ് ആണ് പടം, ഗംഭീരമാണ്. തരുൺമൂർത്തി ബ്യൂട്ടിഫുൾ മേക്കിംഗ്, എല്ലാവരും കേട്ടോ, എല്ലാവരും. പ്രകാശ് വർമ്മയുടെ കാര്യം കൂടി നന്നായിട്ടുണ്ട്, ഗംഭീരം. പറയില്ല, അടിപൊളി. സിനിമ കുഴപ്പമില്ല, എന്നാലും പിന്നെ ദൃശ്യത്തിന് വേറൊരു പതിപ്പായിട്ടുള്ള സിനിമകൾ തോന്നുന്നു. കുഴപ്പമില്ല, നല്ല പടം. കുറെ നാളിന് ശേഷം രണ്ടാമതൊരു പടം നല്ല രീതിയിലായി. എങ്ങനെയുണ്ടോടാ? സൂപ്പർ. അമ്മ എങ്ങനെയുണ്ട് പടം? എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? എന്താണ് ഇഷ്ടം? ലാലേട്ടൻ എങ്ങനെയുണ്ട്? വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? പടം എന്താ ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ഓക്കെ, ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? രണ്ടു ഭാഗം. ഞാൻ കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. അയ്യോ, ആരൊക്കെ വേണം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. വീട്ടിലെ പടം സൂപ്പറായിട്ട് എൻജോയ് ചെയ്യും. ഭയങ്കര സന്തോഷം. അവസാനം കണ്ണു നിറഞ്ഞ അത്തുപോണൊക്കെ നാളും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷമായി. റിവ്യൂ ഒന്നും കാണാതെ വന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയോടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആരെയും കാണാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും കാണാതെ ഫ്രഷായിട്ട് വന്ന് കാണുന്നത്. ആരൊക്കെ പടം, പെർഫോമൻസ് എല്ലാവരും. ഇടിലൻ വില്ലൻ, അടിപൊളി പടം. സന്തോഷമായി. പടം സൂപ്പറാണ്. പക്ക ഡയറക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ മാത്രം കഴിവാണ്. അതുപോലെ മോഹൻലാൽ ശോഭന കോംബോ നമ്മൾ എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നായികൻ കോംബോയാണ്. അതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് വില്ലൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അതൊന്നും അല്ല. ശരിക്കും ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും പക്ക മോഹൻലാൽ. നല്ല മൂവിയായിരുന്നു. ബിക്കോസ് മോഹൻലാലിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല അടിപൊളിയാണ്. മോഹൻലാൽ പഴയ മോഹൻലാൽ ബാക്ക് ശരിക്കും തകർത്തിട്ടുണ്ടോ? നന്നായിരുന്നു, വെരി ഗുഡ്. പണ്ടത്തെ മോഹൻലാൽ. Well taken, നല്ല ഫോട്ടോഗ്രാഫി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, എവറിത്തിങ് ഇസ് all round good entertainment. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി മൂവി. നല്ലൊരു കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി മൂവി കണ്ടൊരു ഫീൽ ഉണ്ടായി. പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലിയായിട്ടും ആ ഒരു ഫസ്റ്റ് പാർട്ട്, ആ സോങ്ങും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു നമുക്കുള്ള ഒരു ഫാമിലി ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യും. മോഹൻലാലും ശോഭനയും ആ ബ്രദർ ആൻഡ് സിസ്റ്റർ, അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിലും. അതേപോലെ എനിക്കൊരു മോളുമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ബോണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല മൂവിയായിരുന്നു, കണ്ടോണ്ടിരിക്കാം. ഫാമിലിക്ക് കാണാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ഫാമിലി സ്റ്റോറി എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. വേറെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? വേറെ എന്താണ് ഇഷ്ടം? വില്ലനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത്. എന്താ പറയാ, നമുക്ക് കൂടുതലായിട്ട് നമ്മളും അവർക്കൊപ്പം ജീവിക്കാൻ തോന്നി. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. നല്ല സിനിമ ആയിരുന്നു, കാണാൻ പറ്റുന്ന സിനിമ. എന്റർടൈനിങ് ആയിരുന്നു, നല്ല അറ്റ്മോസ്ഫിയറും ഉണ്ട്, ഡയറക്ഷൻ നല്ലതായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? തുടരും. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ അമ്മ? ഓ, മോഹൻലാലിനെ ഞെട്ടിച്ചോ? ഓക്കെ.
നല്ല സിനിമയാണ്. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പറായിട്ടുണ്ട്. ലാലേട്ട് സൂപ്പറായിട്ടുണ്ട്. കുറെ നാളേക്ക് ശേഷം നല്ല ഒരു ഫിലിം കാണുന്നത് നന്നായിട്ട്. നല്ല സിനിമയായിരുന്നു. കൊള്ളായിരുന്നു. ചേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? ഇഷ്ടപ്പെട്ടത് എന്താണ്? ഇഷ്ടപ്പെട്ടു, വളരെ നല്ല സിനിമ. ഓക്കെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മോഹൻലാലിന്റെ ഒരു വളരെ നല്ലൊരു സിനിമ, അത്രേ ഉള്ളൂ. നന്നായിരുന്നു, നല്ല സിനിമ. ഓക്കെ. ലാലേട്ടൻ ശോഭനയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട്. വില്ലൻ എങ്ങനെയുണ്ട്? അതിൻ്റെയൊന്നും നന്നായിട്ട് സൂപ്പറാ എപ്പോഴത്തെ പോലെ, പക്ഷെ ഇത് കുറച്ചും കൂടി കുറെ നാളത്തേക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു. പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കണ്ടന്റ് ആയിരുന്നു. ഒട്ടും നമ്മൾ കുറച്ച് ടൈം വേണം പ്രോസസ്സ് ചെയ്ത് എടുക്കാനായിട്ട്, നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത്. കാരണം അതിൽ തന്നെ ആയിരിക്കും നമുക്ക് ഇപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് നന്നായിട്ട് കരഞ്ഞിറങ്ങുന്നവരുണ്ട്. ഞാൻ അറിയാണ്ട് കരഞ്ഞുപോയി. അത് വല്ലാത്തൊരു ഇമോഷണലി നമ്മളെ നന്നായിട്ട് ഒരു അഫക്റ്റ് ചെയ്യും. നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. എങ്ങനെയാണ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം നല്ലതായിരുന്നു, നല്ല പടമായിരുന്നു.